നമസ്കാരം. കഴിഞ്ഞയാഴ്ചയാണ് കൗതുകകരമായ ആ സംഭവം ഉണ്ടായത്. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തുന്നു. അതും അതിരാവിലെ. എന്നു മാത്രമല്ല, ഇരുചക്ര വാഹനത്തിലാണ് അദ്ദേഹം എത്തിയത്. ഒരു ആക്റ്റീവയിൽ. ഹെൽമറ്റ് ധരിച്ചിരുന്നതുമില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കടകംപള്ളി പറഞ്ഞ മറുപടി, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഞാനിപ്പോൾ ആഭ്യന്തരമന്ത്രിയെ കാണാൻ വന്നത് എന്നായിരുന്നു. സാധാരണ ചാനലുകാർ പറയുന്നത് അതേപടി വിഴുങ്ങുന്നവരാണല്ലോ മലയാളികൾ. ഇവിടെയും ചാനലുകാർ പറഞ്ഞത് കടകംപള്ളി രമേശ് ചെന്നിത്തലയെ കാണാൻ വന്നതിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്നാണ്. അത് പച്ചക്കള്ളമാണെന്ന് പറയേണ്ടി വരും. എന്നാൽ അതിൽ അസ്വാഭാവികതയുണ്ട്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT കടകംപള്ളിയുടെ മൊഴിയെടുത്ത് വിട്ടയച്ചതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് തട്ടുകേട് കിട്ടാത്തത് കടകംപള്ളിക്കും PS പ്രശാന്തിനും മാത്രമാണ്. പ്രശാന്തിനെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി ചേർത്തത് ജൂൺ 29-ാം തീയതിയാണ്. കടകംപള്ളി ചെന്നിത്തലയെ കാണാനെത്തിയതാകട്ടെ ജൂലൈ 2-നും, അതായത് പ്രശാന്തിനെ പ്രതി ചേർത്ത് 3-ാം ദിവസം. കടകംപള്ളിയെ പോലെ ഒരു മുതിർന്ന നേതാവ് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയെ കൊച്ചു വെളുപ്പാൻ കാലത്ത് വീട്ടിൽ വന്നു കാണുന്നത് അനൗചിത്യം തന്നെയാണ്. കൂട്ടുകാരൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് താൻ ചെന്നിത്തലയെ കാണാൻ വന്നതെന്നാണ് കടകംപള്ളിയുടെ ന്യായീകരണം. അതെങ്ങനെ വിശ്വസിക്കും? ഒന്നുകിൽ കടകംപള്ളിക്ക് ചെന്നിത്തലയെ ഫോൺ ചെയ്ത് കാര്യം പറയാം, അല്ലെങ്കിൽ സ്വന്തം ലെറ്റർ പാഡിൽ ഒരു ശുപാർശ കത്ത് കൊടുത്തയക്കാം. ഇത് രണ്ടും ചെയ്യാതെ നേരിട്ട് വന്ന് കൂട്ടുകാരന് വേണ്ടി ആഭ്യന്തരമന്ത്രിയെ കണ്ടെന്ന് പറഞ്ഞാൽ അത് അന്തം കമ്മികൾ പോലും വിശ്വസിക്കാൻ തരമില്ല. അവർ പോലും ഇതിനെ എതിർക്കും. ഏതെങ്കിലും ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ്, അതും മുൻമന്ത്രി ചെയ്യുന്ന പണിയാണോ കടകംപള്ളി കാണിച്ചത്? അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യും എന്നുള്ളത് മറ്റൊരു കാര്യം. കടകംപള്ളിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സാമ്പത്തിക ഇടപാടുകൾ SIT കണ്ടെത്തിയെന്നും ഇതിന് ഇടനിലക്കാരിയായി നിന്നത് കഴക്കൂട്ടം സ്വദേശിനിയായ ഒരു സീരിയൽ നടിയാണെന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടയിൽ കടകംപള്ളിയെ SIT ചോദ്യം ചെയ്തിട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ടാണല്ലോ പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിനെക്കുറിച്ചും ഇടനിലക്കാരിയായ സീരിയൽ നടിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ SITക്ക് കിട്ടിയത്. ഇത് സംബന്ധമായി ആഭ്യന്തരമന്ത്രിയെ കണ്ട് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കാനാണോ കടകംപള്ളി ചെന്നിത്തലയെ സന്ദർശിച്ചത് എന്നുള്ളത് ഒരു സംശയം. മറ്റൊന്ന്, പ്രശാന്തിനെ പ്രതി ചേർത്ത് 3-ാം ദിവസമാണ് കടകംപള്ളിയുടെ സന്ദർശനം. മുൻ കോൺഗ്രസുകാരൻ കൂടിയായ പ്രശാന്തിനെ രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കാനാണോ കടകംപള്ളി വന്നത് എന്നുള്ളത് മറ്റൊരു സംശയം. കാരണം കടകംപള്ളി അന്ന് ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. തന്നെ പ്രതി ചേർത്തതോടുകൂടി PS പ്രശാന്തിൻ്റെ വിശ്വസ്തനായൊരു ദൂതൻ രമേശ് ചെന്നിത്തലയെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു എന്ന് പ്രശാന്തുമായി അടുപ്പമുള്ളവർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ചെന്നിത്തല കൈകൊടുത്തില്ല. അദ്ദേഹം കൈമലർത്തി. ആഭ്യന്തരമന്ത്രി കൈമലർത്തിയതോടെ ദൂതൻ നേരെ വിട്ടത് ദേവസ്വം മന്ത്രി K മുരളീധരൻ്റെ അടുത്തേക്കായിരുന്നു അത്രേ. ആവശ്യം കേട്ടിട്ട് മുരളീധരൻ ദൂതൻ്റെ മുഖത്താട്ടി എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ ചോദിക്കും, പറഞ്ഞു കേൾക്കുന്നതല്ലേ ഉള്ളൂ എന്ന്. ഇതൊക്കെ പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ. അതുകൊണ്ട് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുമ്പോൾ അത് വിശ്വസിക്കാതെ തരമില്ല. എന്തായാലും കടകംപള്ളിയുടെ കൊച്ചു വെളുപ്പാൻ കാലത്തുള്ള ആ വരവ് പന്തിയല്ല. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രശാന്തിനെ 4-ാം പ്രതിയാക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി മതിയായ തെളിവുകൾ കിട്ടാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അയ്യപ്പനോട് കളിച്ചവരാരും രക്ഷപ്പെട്ട ചരിത്രം ഇതുവരെയില്ല. ഇനി ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. കടകംപള്ളി വിരളി പിടിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ തന്നെയുണ്ട്. കടകംപള്ളി സുഹൃത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടിയല്ല ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കാണാൻ പോയത് എന്ന് വിശ്വസിച്ചുകൊണ്ടും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടും തൽക്കാലം നിർത്തുന്നു. വീണ്ടും കാണാം.